UDF-നെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളുടെ പരാമർശങ്ങളാണ് നമ്മൾ കണ്ടത്. ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്ന് KC വേണുഗോപാൽ. അപ്പോൾ ഈ നാട്ടിലെ വനിതകൾക്ക് എന്താണ് സാർ റോള്? എന്ത് പ്രാധാന്യമാണ് നിങ്ങൾ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നൽകുന്നത്? ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച്, ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ഏറ്റവും ആവേശത്തോടെ ചർച്ച ചെയ്തൊരു കാലഘട്ടത്തിലാണ് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് ആണുങ്ങളുടെ സർക്കാർ വരുമെന്ന്. മറുഭാഗത്ത് തുമ്പും വെളവുമില്ലാതെ PM സലാം എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നു. അയാൾ ഇതുവരെ അത് തിരുത്തിയതായിട്ട് എനിക്കറിവില്ല. തിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഇപ്പോൾ ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പരാമർശങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് നൽകുന്നത്? ഷാജി, ഗുഡ് മോർണിംഗ്. ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്നാണ് പറയുന്നത് KC വേണുഗോപാൽ. നോക്കൂ, നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച്, ലിംഗസമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വനിതകൾ ലോകം ജയിച്ചൊരു രാത്രി കടന്നു പോകുമ്പോൾ KC വേണുഗോപാലിന്റെ ഏറ്റവും വൃത്തികെട്ട പരാമർശം നിൽക്കുകയാണ്. ഷാനിമോൾ ഉസ്മാൻ തൊട്ടരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഷാജി. ഈ ആണുങ്ങളുടെ സർക്കാരിനെ കുറിച്ച് KC വേണുഗോപാൽ പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതാണ്. തീർച്ചയായിട്ടും മനു അതിപ്പോൾ വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ തന്നെ KC വേണുഗോപാലിൻ്റെ ഇന്നലത്തെ ഈ വിവാദ പരാമർശം വളരെയധികം ചർച്ചയായിട്ടുണ്ട്. കാരണം ഷാനിമോൾ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ആൺകുട്ടികൾ കേരളം ഭരിക്കും എന്ന് KC വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ അത് അവരുടെയൊക്കെ തന്നെ ഉള്ളിലിരിപ്പാണ് അതിലൂടെ പുറത്തു വരുന്നതെന്നാണ് ചില വനിതാ നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവത്തിന് ശേഷം നമ്മോട് പങ്കുവച്ചത്. എന്തായാലും ലിംഗ സമത്വമൊക്കെ അവകാശപ്പെടുന്ന പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവിൻ്റെ വായിൽ നിന്നാണ് ഇത്തരത്തിൽ വളരെ വിവാദമായിട്ടുള്ളൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ തന്നെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതാവാണ് ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ലിംഗസമത്വമാണ് ഇവരുടെ ഈ KC വേണുഗോപാൽ പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും നിങ്ങൾ മാറി നിന്നോളൂ, ഞങ്ങൾ ആണുങ്ങൾ ഭരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആണുങ്ങളാണ് നയിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുമോ? എന്തർത്ഥത്തിലാണ് ഈ KC വേണുഗോപാൽ ഇങ്ങനെ പറയുന്നത് ആൺകുട്ടികളുടെ സർക്കാരാണ് വരാൻ പോകുന്നതെന്ന്? അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ഇതാണ്. പെണ്ണുങ്ങളൊക്കെ അങ്ങ് മാറിയുന്നോട്ടെ, വനിതകളൊക്കെ അങ്ങ് മാറിയുന്നോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് നയിച്ചോളാം. ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ, 2025 തീർച്ചയായിട്ടും മനു, അതുതന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാര്യം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ലിംഗസമത്വം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത് ലിംഗസമത്വത്തിനപ്പുറമാണ്. കാര്യം ഒരിക്കലും അങ്ങനെ ഒരു വാക്ക്, ഇതും ദേശീയ നേതാവ്, സാധാരണ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു വാക്ക് വരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും അധികം രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള ഒരു നേതാവിൻ്റെ വായിൽ നിന്നുമാണ് ഈ ആൺകുട്ടികൾ കേരളം ഭരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഇവരൊക്കെ തന്നെ ഉള്ളിൽ ഈ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നൊക്കെ പറയുമ്പോൾ പോലും സ്വന്തം കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നതെന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. മനു, ഒറ്റ കാര്യം കൂടി ഷാജി, ഒരൊറ്റ കാര്യം കൂടി. ഇന്നലെ വൈകുന്നേരം KC വേണുഗോപാൽ ആലപ്പുഴയിൽ ഇത് പറഞ്ഞു പോയതാണ്. ഒരൊറ്റ മാധ്യമം അതിലെ ഈ സ്ത്രീ വിരുദ്ധത ചർച്ച ചെയ്തോ? ആരെങ്കിലും അതിനെക്കുറിച്ച് പരാമർശിക്കുകയെങ്കിലും ചെയ്തു? ഞാൻ ഒരു മാധ്യമത്തിന്റെ കാർഡ് കണ്ടിരുന്നു, അതായത് പരാമർശവുമായി KC വേണുഗോപാൽ. എന്ത് പരാമർശം? വിവാദ പരാമർശം എന്ന ഒരു വാക്ക് പോലും അതിൽ ചേർക്കാൻ മെനക്കെട്ടില്ല എന്നതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഷാജി, മറുഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വാക്ക് വരില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ കോലാഹലം ഉണ്ടാകുമായിരുന്നു. ഈ പറയുന്ന ചില സാംസ്കാരിക നായകന്മാരൊക്കെ ചാടി വീഴില്ലായിരുന്നോ? മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തി മറിയില്ലായിരുന്നോ? എന്തെങ്കിലും കണ്ടോ ഷാജി? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെറിയ തെറ്റ് വന്നിരുന്നെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ വളരെ ശക്തമായ പ്രക്ഷോഭം വരെ നടത്തുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ട് മനു സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പരാമർശം അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. കാര്യം ഇവിടെ ആൺകുട്ടികൾ ഭരിക്കുന്നു അല്ലെങ്കിൽ ആൺകുട്ടികൾ ഭരിക്കുമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ
ആരോപണങ്ങൾക്ക് അവിടെ ഇടമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് വെക്കുന്നതിൻ്റെ അർത്ഥം. മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നൽകുന്ന ഈ പണം താൻ നേരത്തെ പറഞ്ഞതാണ് ഈ പൈസ നൽകുന്നത് കൈക്കൂലി, ഇലക്ഷന് മുൻപ് നൽകുന്നത് കൈക്കൂലിയുടെ ഭാഗമായിട്ടെന്ന് നമുക്കറിയാം. കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അത് വളരെയധികം വിവാദമുണ്ടാക്കിയിരുന്നു. അത് അന്തരീക്ഷത്തിൽ തന്നെ നിർത്തിക്കൊണ്ടും താൻ പറയുന്നു, അതായത് ആ സ്ഥാനം പിൻവലിച്ചിട്ടില്ല, അങ്ങനെ തന്നെ താൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നൽകുന്ന ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് പോലും അദ്ദേഹം പ്രസംഗവേദിയിൽ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഷാനിമോൾ ഉസ്മാനെ അടുത്ത് നിർത്തിക്കൊണ്ടും ഈ ആൺകുട്ടികളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത്. മനു.